ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, G7 വേദിയിൽ ട്രംപിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ 3 കപ്പലുകൾ ആക്രമിച്ച വിഷയവും ഇന്ത്യയുടെ സെയിലേഴ്സ് കൊല്ലപ്പെട്ട വിഷയവും അതുപോലെ തന്നെ ഗ്ലോബൽ എക്കോണമി ഇമ്പാക്റ്റ് ആകുന്ന വിഷയവും എടുത്തു പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. സാധാരണ AI ടെക്നോളജി, ഇന്നോവേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തരത്തിലുള്ള ബിസിനസ് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇത്തരത്തിലുള്ള വേദികൾ ഇന്ത്യ ഇത്രയും നാളും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് എക്കോണമിയെ ഇൻഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്ന വിഷയം തന്നെയാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അതും ഗ്ലോബൽ എക്കോണമിയെ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന വിഷയവുമായിട്ട് കണക്ട് ചെയ്താണ് സംസാരിച്ചിരിക്കുന്നത്. ആ വിഷയം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനെ G7 ആരും ക്ഷണിച്ചിട്ടില്ല. പാകിസ്ഥാൻ്റെ സ്ഥാനം എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. പാകിസ്ഥാൻ ഇന്ത്യ ഞങ്ങളുടെ വെള്ളം മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പല അന്താരാഷ്ട്ര വേദികളിലും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇന്ത്യക്കെതിരെ യുദ്ധം നടത്താൻ പാകിസ്ഥാന് കപ്പാസിറ്റി ഇല്ല. വെറുതെ ഒരു ഡയലോഗൊക്കെ അവർ പല വേദികളിൽ അവർ പറയും. പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നും പാകിസ്ഥാൻ്റെ മാധ്യമ പ്രവർത്തകരുടെ ഇടയിലും ഇന്ത്യക്കെതിരെ നിലപാടെടുക്കാനും ശക്തമായ രീതിയിൽ പ്രസ്താവനകൾ ഇറക്കാനും പാകിസ്ഥാന് നിലമെടുക്കാണ്. പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറയുന്നത്? ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്നത് ചൈനയ്ക്ക് വേണ്ടി ആയിരിക്കും ഇനി, അല്ലാതെ പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം പാകിസ്ഥാൻ ഇനി ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം വെള്ളത്തിൻ്റെ പേരിൽ അവർ പൊറുതിമുട്ടി വേണമെങ്കിൽ തീവ്രവാദ ആക്രമണങ്ങൾ ഇന്ത്യക്കുള്ളിൽ അയച്ചുവിടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതേസമയം നേരിട്ട് ഏറ്റുമുട്ടാനുള്ള കെൽപ്പ് പാകിസ്ഥാനില്ല. അത് ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഇന്ത്യ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എനിവേ, ഇതിനകത്ത് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞു പോവാം. അതായത് പലരും ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് ട്രംപാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഇടയിൽ നടന്ന യുദ്ധം അവസാനിപ്പിച്ചത് എന്നുള്ള രീതിയിലാണ് ഗ്ലോബൽ ഫോക്കസ് മൊത്തം. പക്ഷേ ഇവിടെ അതിൻ്റെ ഇടയിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം എന്താണ്? പാകിസ്ഥാൻ ഇന്ത്യയുടെ അടുത്ത് അടി വാങ്ങിച്ച് കൂട്ടിയിട്ട് അമേരിക്കയെ വിളിച്ച് കരയാണ്. ഇന്ത്യയുടെ അടുത്ത് എങ്ങനെയെങ്കിലും പറഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്തിനായിരുന്നത്? ട്രംപ് ഇടപെട്ടില്ല, ട്രംപ് ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചു, നിർത്തി, ഇതെല്ലാം മാറ്റിവെക്കും. ഇതെല്ലാം തന്നെ വേറെ ചർച്ചകളാണ്. പക്ഷേ ഇവിടെ പ്രാഥമികമായിട്ടൊരു വിഷയം സംഭവിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ അമേരിക്കയെ വിളിച്ച് കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആക്രമണം നിർത്തണം, ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് 64 പ്രാവശ്യം അമേരിക്കയെ വിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ചിട്ടുണ്ട്. എന്താണ് കാര്യം? കാര്യം വളരെ വ്യക്തമാണ്, അത്തരത്തിലുള്ള ആക്രമണം. അപ്പോൾ അത് ഒരു സൈഡിൽ മാറ്റി നിർത്തിക്കോളൂ. ഇപ്പോൾ ഇന്ത്യ ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഹിമാലയൻ മലനിരകളുടെ ഇടയിൽ ഒരു തുരങ്കം പണിയുന്നുണ്ട്. ഇന്ത്യക്ക് അവകാശപ്പെട്ട ഇന്ത്യയുടെ സോവറൈൻ ലാൻഡിൽ ഇന്ത്യ തുരങ്കം പണിയുന്നതിന് ആരെന്ത് ചോദിക്കാൻ? ഇന്ത്യക്ക് ടണൽ പണിയാനുള്ള അവകാശമുണ്ട്, ഇന്ത്യ പണിയുന്നുണ്ട്. അതിനിപ്പോൾ പാകിസ്ഥാൻ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ 1960 ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട്ലി ട്രീറ്റി പാകിസ്ഥാനും ഇന്ത്യക്കും തമ്മിൽ വരുന്നത്. അപ്പോൾ ഇതിൽ മൊത്തം 6 റിവറുകൾ, 6 നദികളാണ്. ഈ 6 നദികളിൽ 3 പാകിസ്ഥാനും 3 ഇന്ത്യക്കുമാണ്. ഇൻഡസ്, ജലം, ചെനാബ്, ഈ 3 റിവറും വെസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന റിവറുകളാണ്. ഇത് 3 പാകിസ്ഥാനും, അതുപോലെ തന്നെ സട്ലജ്, ബിയാസ്, രവി എന്ന് പറഞ്ഞ 3 നദികളും ഇന്ത്യക്കും. ഇതാണ് പൊതുവിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. എന്നിട്ട് ഈ വെസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന ഇൻഡസ്, ജലം, അതുപോലെ തന്നെ ചെനാബ് റിവറിലുള്ള വെള്ളം പാകിസ്ഥാൻ എടുക്കും. അതിലുള്ള വെള്ളം ഇന്ത്യ എടുക്കില്ല. അതാണ് ഈ ട്രീറ്റി പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ഇന്ത്യ ഒരു തിരുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നിലവിലെ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യ റദ്ദാക്കി. അത് റദ്ദാക്കിയതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? വെള്ളത്തിലൂടെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലുപരിയായിട്ട് ഇന്ത്യക്ക് ഒരു ലോങ് ടേം പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ ഇൻഡസ് വാട്ടറിൽ എക്സസ് ആയിട്ടുള്ള വരുന്ന വെള്ളം നമ്മൾ കൃത്യമായിട്ട് ഡൈവേർട്ട് ചെയ്തെടുത്ത് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന മേഖലകളിൽ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ തീരുമാനം കുറേ കാലം കൊണ്ട് ഇങ്ങനെ പെൻഡിങ്ങിലിരുന്ന സമയത്താണ് പെഹൽഗാം അറ്റാക്ക് നടക്കുന്നത്. ഈ പെഹൽഗാം തീവ്രവാദ ആക്രമണത്തിനെ തുടർന്ന് ഇന്ത്യ ഈ ട്രീറ്റി റദ്ദാക്കി കളയാണ്, ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇപ്പോൾ ഇവിടെ ഇന്ത്യ ഈ ടണൽ പണിയുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, ഹിമാചൽ പ്രദേശിൽ കോഷ്കാർ എന്ന് പറഞ്ഞ വില്ലേജിൻ്റെ തൊട്ടടുത്ത് ഈ ടണൽ പണിയാണ്. അവിടെ നിന്നാണ് ഈ ടണലിൻ്റെ തുടക്കം. ഇവിടെ നിന്നും ചന്ദ്ര റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവർ, ഹിമാലയത്തിൽ നിന്നും വരുന്ന ഒരു റിവറാണ് ഇത്. ചെനാബ് റിവറിലാണ് ഇത് പോയി ചേരുന്നത്. ചെനാബ് റിവറിൻ്റെ ഒരു പോഷക നദിയാണിത്. ചെനാബ് റിവറിൻ്റെ 90% വെള്ളവും വരുന്നത് ഈ ചന്ദ്ര റിവറിൽ നിന്നാണ്. ഈ ചന്ദ്ര റിവറിലാണ് നമ്മൾ ഒരു ഡാം പണിയുന്നത്. അപ്പോൾ ആ ഡാമിൻ്റെ തൊട്ടടുത്തായിട്ട് ആ ഡാമിൽ നിന്നുമാണ് ഈ ടണൽ നമ്മൾ 8.7 കിലോമീറ്ററിന് നമ്മൾ പണിയുന്നത്. അപ്പോൾ ഇത് പീർ പഞ്ചാൽ ഹിമാലയൻ നിരകൾ, അതായത് പീർ പഞ്ചാൽ ആ ഹിമാലയൻ റേഞ്ചിലാണ്
ഈ ടണൽ പണിയുന്നത്. 8.7 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്. ഇത് ശരിക്കും ഈ ചന്ദ്ര റിവറിൽ നിന്നുള്ള വെള്ളം ഈ ടണൽ വഴി ബിയാസ് റിവറിലേക്ക് എത്തിക്കും. ഈ ബിയാസ് റിവർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ റിവറാണ്. എന്നിട്ട് ഈ വെള്ളം പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ മേഖലകളിലേക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടി കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ ആ ഡാം പ്രോജക്റ്റിൽ 4000 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറേ നാൾ കൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ഇപ്പം ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ട്. അവരുടെ മാധ്യമങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്ററീസ് അവർ അവതരിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ വല്ലാത്ത പേടിയിലാണ്. അവരുടെ എക്കോണമി, പ്രത്യേകിച്ച് അഗ്രോ എക്കോണമി തകർച്ചയിലേക്ക് പോകുമെന്ന് അവർ പേടിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആഗോളതലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇന്ത്യ 2300 കോടി ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്ത് ടെൻഡർ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇത്രയും നാളും ഡോക്യുമെന്റിലിരുന്ന സംഗതി ഇപ്പം പ്രാക്ടിക്കലി പ്രോജക്റ്റ് ആയിട്ട് വരികയാണ്. ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇന്ത്യക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ എവിടെ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ പോയാലും ചില പരിസ്ഥിതി സംരക്ഷകർ വരും. അവർ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ന്യായവാദങ്ങളൊക്കെ പറയും. നമ്മൾ ഫോർ എക്സാമ്പിൾ ആൻഡമാനിൽ പോർട്ട് നിർമ്മിക്കാൻ പോകുമ്പോഴും ഇതേപോലത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ ഇപ്പം ഹിമാലയൻ റീജിയനിൽ ഈ ഗ്ലേഷ്യേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു മലനിരകളിൽ നമ്മൾ തുരങ്കം പണിയുന്നത് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണോ എന്നുള്ള തരത്തിൽ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായിട്ടുള്ള സ്റ്റഡിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വിഷയവും പറഞ്ഞുകൊണ്ട് ക്ലൈമറ്റോളജി എന്നുള്ള രീതിയിൽ പരിസ്ഥിതി സംരക്ഷകർ യൂറോപ്പിൽ നിന്നും കൊടിപൊക്കിക്കൊണ്ട് വരാതിരുന്നാൽ മതി. അതായത് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്നും നക്കാപ്പിച്ച പൈസ വാങ്ങിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്താൻ വേണ്ടിയിട്ട് ചില പരിസ്ഥിതി പ്രവർത്തകർ ചിലപ്പം ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യയുടെ സെക്യൂരിറ്റി, ഇന്ത്യക്കുള്ളിൽ ഭീകരവാദം പാടില്ല, അതിൽ വളരെ ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇൻഡസ് വാട്ടർ ട്രീറ്റി ഒന്നും ഇവിടെ നിലനിൽക്കില്ല. ആരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിൽ വന്ന് ചർച്ചയും നടത്തേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ട്രീറ്റി ഒരു ഇന്റർനാഷണൽ സംഘടനകളുടെയും നേതൃത്വത്തിലല്ല ഈ ട്രീറ്റി വെച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ആഗ്രഹപ്രകാരം ഫ്രണ്ട്ലി ട്രീറ്റി ആയിട്ട് പാകിസ്ഥാന് കൊടുത്തിരുന്ന ഒരു ഓഫറാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായല്ലോ. ഇതാണ് ഇതിൻ്റെ ഗൗരവം. ഇപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഉണ്ടാവും, പക്ഷേ നദിയിൽ വെള്ളം ഉണ്ടാവില്ല പാകിസ്ഥാനിന്. ഇതാണ് പ്രശ്നം. ട്രീറ്റി ഉണ്ട്, ഇൻഡസ് വാലി ഉണ്ട്, പക്ഷേ വെള്ളമില്ല. ആ അവസ്ഥയിലേക്ക് പോകും പാകിസ്ഥാൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പം ഫ്രാൻസിലാണ്. G7 ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും സംസാരിക്കാൻ അവസരം കിട്ടിയതുപോലെ തന്നെ ഇന്ത്യക്കുള്ള അവസരം കിട്ടി. അപ്പോൾ അതിൽ പ്രൈം മിനിസ്റ്റർ മോദി പ്രധാനമായിട്ടും അഡ്രസ്സ് ചെയ്തത്, ട്രംപും ഈ G7 മീറ്റിങ്ങിൽ ഇരിപ്പുണ്ട്. ട്രംപിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ പറഞ്ഞത്. കൃത്യമായിട്ട് ഇന്ത്യയുടെ 3 കപ്പലുകൾ, അതായത് 8-ാം തീയതി വെസൽ മെർവിക്സ്, 9-ാം തീയതി സെറ്റബെല്ലോ, 11-ാം തീയതി ജൽവീർ, ഈ 3 കപ്പലുകൾക്ക് നേരെയാണ് അമേരിക്ക അറ്റാക്ക് നടത്തിയത്. എന്നിട്ട് അമേരിക്ക പറഞ്ഞത് ആരോപണങ്ങൾ മാത്രമാണ്. ഇറാൻ്റെ സൈഡിൽ നിന്നും എണ്ണ എടുത്തുകൊണ്ട് വന്ന കപ്പലുകളാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണമാണ് അമേരിക്ക ഉയർത്തിയത്. ഇറാനിൽ നിന്നും എണ്ണയെടുത്ത കപ്പൽ ഒമാൻ്റെ സൈഡിലേക്ക് എന്തിനാണ് പോയത്? അതിന് ഉത്തരവില്ല. അമേരിക്ക ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് തെളിവ് അവരുടെ കയ്യിലില്ല. അവർ നടത്തിയ അഗ്രസീവായിട്ടുള്ള അറ്റാക്കിന് അവരൊരു കാരണമായിട്ട് പറയുകയാണ് ഇറാൻ്റെ സൈഡിൽ നിന്നും എണ്ണ എടുത്തു എന്നുള്ള രീതിയിൽ. ഇറാൻ്റെ സൈഡിൽ അവിടെ കാർഗ് ഐലൻഡ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ അവരുടെ കഷം ഐലൻഡൊക്കെ മാറി മാറി അമേരിക്ക അറ്റാക്ക് നടത്തിക്കൊണ്ടിരുന്ന ദിവസങ്ങളാണത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് എണ്ണ എടുക്കാനൊന്നും പറ്റത്തില്ല. ഇത് അമേരിക്ക മനഃപൂർവ്വം ഇന്ത്യയുടെ ഓയിൽ മാർക്കറ്റ് അമേരിക്കയുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയ കളിയാണ്. അത് ഉറപ്പാണ്. കൃത്യമായിട്ട് അമേരിക്ക നടത്തിയ ഈ ഒരു അറ്റാക്കിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ സെയിലേഴ്സിന് ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാത്ത രീതിയിൽ, അതായത് ഇന്ത്യയുടെ സെയിലേഴ്സ് കൊല്ലപ്പെട്ടത് ബൈ മിസ്റ്റേക്കൻലി ആണ്. ഇറ്റ് മീൻസ് അമേരിക്കയുടെ പോളിസിയെ മറികടക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തത്. എന്തായാലും ഞങ്ങൾ ഈ സെയിലേഴ്സ് കൊല്ലപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള ഒരു വാക്ക് പോലും അമേരിക്ക പറഞ്ഞിട്ടില്ല. അമേരിക്ക വളരെ റൂഡായിട്ട് അമേരിക്കയുടെ നിയന്ത്രണങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള മറുപടിയാണ് മാർക്കോ റൂബിയോ പറഞ്ഞത്. അത് അഗ്രസീവായിട്ടുള്ള മറുപടി. അപ്പോൾ അതുകൊണ്ട് അഗ്രസീവായിട്ടുള്ള നിലയിൽ തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യ G7-ലും അമേരിക്കയുമായിട്ട് അത്ര ക്ലോസ് ടൈപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. ജസ്റ്റ് മറ്റേതെങ്കിലും ഒരു രാജ്യം പോയി പങ്കെടുക്കുന്നത് പോലെ തന്നെയാണ് ഇന്ത്യയും പോയി പങ്കെടുത്തുകൊണ്ട് വരുന്നത്. അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ 3 കപ്പലുകളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അമേരിക്ക നടത്തിയ ഈ ഒരു അറ്റാക്ക്, അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അത് നിങ്ങളുടെ യുദ്ധം മാത്രമാണ്. പക്ഷേ അതേസമയം എക്കോണമി ഇമ്പാക്റ്റ് ആകുന്നത് ഗ്ലോബൽ എക്കോണമിയാണ്. ഫ്രണ്ട്ലി നേഷൻസിൻ്റെ കപ്പലുകളെ വരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ യുദ്ധത്തിൻ്റെ പോക്ക്. അപ്പോൾ അതുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ എത്രയും വേഗം പ്രോപ്പറായിട്ടുള്ള ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണം. അത് ആര് യുദ്ധം നടത്തിയാലും ശരി തന്നെ. അല്ലാതെ ആഗോളതരത്തിലുള്ള എല്ലാവരെയും ഫ്രണ്ട്ലി നേഷൻസിനെ വരെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം പാടില്ല എന്നുള്ള തരത്തിൽ ശക്തമായ താക്കീതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി G7 സബ്മിറ്റിൽ പറഞ്ഞു വെച്ചത്.
അപ്പോൾ അതിനോടൊപ്പം ഈ ഗ്ലോബൽ എക്കോണമി എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, അതുപോലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഇറാൻ അമേരിക്ക ഒരു ഡീൽ MOU അതിനെ വരവേൽക്കുന്നു. അത് എത്രയും വേഗം ഇംപ്ലിമെൻ്റ് ചെയ്ത് ഈ തകർന്നു കിടക്കുന്ന എക്കോണമി ഓൾറെഡി തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്, അത് കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തണം എന്നുള്ള രീതിയിൽ അമേരിക്കയ്ക്കിട്ട് തന്നെയാണ് ഈ വിഷയം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മോദിയും ട്രംപും തമ്മിൽ അടുത്തൊരു കൂടിക്കാഴ്ച നടത്താനിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിന് തൊട്ട് മുമ്പ് പ്രൈം മിനിസ്റ്റർ മോദി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അമേരിക്കയ്ക്കെതിരെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് റൂഡായിട്ട് മറുപടി പറയുമ്പോൾ ഇത്തരത്തിലുള്ള പൊതുവേദികളിൽ നിന്നും ഇങ്ങനത്തെ തിരിച്ചടികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ അമേരിക്കയ്ക്കെതിരെ വരും എന്നുള്ളത് അവരും കൂടി മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇറാൻ വരെ ശക്തമായ രീതിയിൽ അമേരിക്ക എതിർത്ത് നിൽക്കുമ്പോൾ പിന്നെ ഇന്ത്യക്ക് എന്തുകൊണ്ട് എതിർത്ത് നിന്നുകൂടാ? എക്കോണമി, ട്രേഡ് അതെല്ലാം എല്ലാ രാജ്യങ്ങളുമായിട്ടും നടക്കും. ചൈനയും അമേരിക്കയും തമ്മിൽ നല്ല പ്രശ്നമുണ്ട്, അവർ തമ്മിൽ വ്യാപാരം നടക്കുന്നില്ലേ? റഷ്യയും അമേരിക്കയും തമ്മിൽ നല്ല പ്രശ്നമുണ്ട്, അവർ തമ്മിൽ കച്ചവടങ്ങൾ നടക്കുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് കച്ചവടവും ഇതും തമ്മിൽ ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. അമേരിക്കയുടെ ഉള്ളിൽ കച്ചവടം നടത്തുന്നവർ ഇന്ത്യയിൽ നിന്ന് സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവർ വാങ്ങിക്കും. അൺലെസ് ആ സ്പെസിഫിക് ഐറ്റത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളില്ലെങ്കിൽ അത് ഏത് രാജ്യത്തുള്ള ആൾക്കും വാങ്ങിക്കാൻ പറ്റും. ഏത് രാജ്യത്തുനിന്നും അമേരിക്കയുടെ ഉള്ളിലുള്ള ആൾക്കാർക്ക്, കച്ചവടക്കാർക്ക് ലോകത്ത് ഏത് ഭാഗത്തു നിന്നും അവർക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പറ്റും. നമ്മൾ അമേരിക്കയുമായിട്ട് ടഫായിട്ടുള്ള നെഗോസിയേഷൻ എടുത്താൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റൂ. അല്ലാതെ അമേരിക്കയുടെ കാല് പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ തലയെ കയറിയിരിക്കും. ഇതാണ് അമേരിക്കയുടെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് ടഫ് നെഗോസിയേഷൻ എന്നുള്ള നിലയിലാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പം നിലവിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.